ലേൺ ഫോർ പേസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന ഫാം വർക്കർ എന്ന പരീക്ഷയിൽ മാത്സിന്റെ ഭാഗത്ത് ചോദിച്ച 20 ചോദ്യങ്ങൾ അവിടെ ഉത്തരങ്ങളാണ്. ഇതൊരു LGS നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പം മാത്സിന്റെ ഭാഗത്തുള്ള ചോദ്യങ്ങളും താരതമ്യേന എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. PSC സ്ഥിരം കണ്ടുവരുന്ന പാറ്റേണിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ 20 ചോദ്യങ്ങൾ അവിടെ ഉത്തരങ്ങൾ എന്ത് ചെയ്യുന്നു ഓടിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ബോട്ട് മാസവുമായി ബന്ധപ്പെട്ടാണ്. 20 × 15 - 8 പ്ലസ് 120/4 മൈനസ് 5 × 5. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോട്ട് മാസ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ബോട്ട് മാസിൽ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ പിന്നെന്താ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ ഇല്ലേ. ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം, പിന്നെ ഓഫ് അല്ലെ ഓർഡർ, പിന്നെയോ ഡിവിഷൻ ഹരണം ഉണ്ടെങ്കിൽ അത് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം ഗുണനം ഉണ്ടെങ്കിൽ അത് ചെയ്യാം, പിന്നെ കൂട്ടാനും കുറയ്ക്കാനും ഉണ്ടെങ്കിൽ ചെയ്യണം ഇല്ലേ, അങ്ങനെയല്ലേ ആണല്ലോ. അപ്പോൾ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് ചെയ്യണം, പിന്നെ ഹരിക്കുണ്ടെങ്കിൽ അത് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിനകത്ത് ഇവിടെ എന്തുണ്ട് 15 - 8 അല്ലേ. 15 - 8 ഓക്കെ. 15 - 8 എത്രടാ, 15 - 8 ചെയ്യുമ്പോഴത്തേക്കും 7 എന്ന് കിട്ടും ആണല്ലോ, 7 എന്ന് കിട്ടും ഇല്ലേ. അപ്പൊ 20 × 7 പ്ലസ് ഇവിടെയോ 120/4 ഇല്ലേ, ഹരണം ഉണ്ടല്ലോ. അപ്പൊ 120/4 എത്ര 30 ആണല്ലോ, 30 മൈനസ് ഇനി അടുത്ത് ഗുണിക്കാനുള്ളത് 5 × 5 അങ്ങനെ ചെയ്യാം 25. ഓക്കെ, 20 × 7 എത്ര കിട്ടും, 20 × 7 140 പ്ലസ് 30 മൈനസ് 25 എത്ര 5 കൂട്ടുമ്പോൾ എത്ര കിട്ടും 145 എന്ന് കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബോട്ട് മാസ് അപ്ലൈ ചെയ്യുക അത്രേ ഉള്ളൂ. ഓക്കെ, ബ്രാക്കറ്റിൽ ആദ്യം ചെയ്യുക, പിന്നെ ഓഫ് അല്ലെങ്കിൽ ഓർഡർ, പിന്നെ ഡിവിഷൻ ഹരണമുണ്ട്, പിന്നെ എന്താ മൾട്ടിപ്ലിക്കേഷൻ ഗുണനമുണ്ട്, പിന്നെയോ അഡീഷൻ സബ്ട്രാക്ഷൻ കൂട്ടാനും കുറയ്ക്കാനും ഉള്ളത്. ഓക്കെ, കിട്ടുമല്ലോ. അടുത്ത ചോദ്യം 1, 2, 6, 15, 31 എന്ന ശ്രേണിയുടെ വിട്ട ഭാഗത്തെ സംഖ്യ എന്നാണ്. അപ്പോൾ നമുക്ക് വ്യത്യാസം നോക്കാം. ഇവിടെ 1, 2 എത്ര കൂടി, എത്രടാ 1 കൂടിയില്ലേ, 1 കൂടി. അടുത്തോ 2, 6 4 കൂടി ആണല്ലോ. അടുത്ത് 6 15 ആയപ്പോഴോ 9 കൂടി ആണല്ലോ. അടുത്ത് 15 31 ആയപ്പോ 16 കൂടി ഇല്ലേ. അതായത് 1 4 9 16 അങ്ങനെയാണ് പോകുന്നത് ആണല്ലോ. ഈ സംഖ്യകൾക്ക് എന്താ പ്രത്യേകത, ഈ 1 4 9 16 എന്ന് പറയുമ്പോൾ പൂർണ്ണ വർഗ്ഗങ്ങളാണ് ഇല്ലേ. 1ന്റെ സ്ക്വയർ ആണ് 1, 2ന്റെ സ്ക്വയർ ആണ് 4, 3ന്റെ സ്ക്വയർ ആണ് 9, 4ന്റെ സ്ക്വയർ ആണ് 16 അല്ലേ. അപ്പൊ പൂർണ്ണ വർഗ്ഗങ്ങളാണ്. അപ്പൊ അടുത്ത് വരുന്നത് 5ന്റെ സ്ക്വയർ ആയിരിക്കും ഇല്ലേ. 5ന്റെ സ്ക്വയർ 25 ആണ് കൂട്ടേണ്ടത്. അപ്പൊ 31ന്റെ കൂടെ എന്ത് ചെയ്യുക 25 കൂട്ടുക. കൂട്ടുമ്പോൾ എത്ര കിട്ടും 31 25 56 കിട്ടും. ഓക്കെ, 56 കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ വ്യത്യാസം നോക്കുക, അവിടെ പൂർണ്ണവർഗ്ഗങ്ങളാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, അടുത്ത് 4ന്റെ സ്ക്വയർ 16 കൂട്ടുക, അടുത്ത് എന്ത് ചെയ്യുക 5ന്റെ സ്ക്വയർ കൂട്ടുക. ഓക്കെ, അടുത്ത ചോദ്യം ഒറ്റയാനെ കണ്ടെത്താനാണ്. ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ 2 7 എന്താ പ്രത്യേകത, ഇവിടെ 2ന്റെ ക്യൂബ് എത്രയാണ്, 2ന്റെ ക്യൂബ് 8 ആണ് ഇല്ലേ, 8. ആ 8നേക്കാൾ 1 കുറവാണ് ഇവിടെ ഉള്ളത് 7 ആണല്ലോ. അതേപോലെ 3ന്റെ ക്യൂബ് എത്രയാണ് 27 ആണ്, 1 കുറവല്ലേ ആണല്ലോ. ഇവിടെ 5ന്റെ ക്യൂബ് 125 ആണ്, 5ന്റെ ക്യൂബ് 125 ആണ്, അവിടെ 1 കുറവാണ് ആണല്ലോ. എന്നാൽ 4ന്റെ ക്യൂബ് എത്ര, 4ന്റെ ക്യൂബ് 64 ആണ് തന്നെ. അപ്പൊ 1 കുറയ്ക്കുമ്പോൾ എത്ര വരണം 63 ആയിരുന്നു വരേണ്ടത് അല്ലേ. പക്ഷേ അവിടെ 65 ഉള്ളത്, അപ്പോൾ അതായിരിക്കും ആൻസർ. ഓക്കെ ആണോ. അപ്പോ ആദ്യ സംഖ്യയുടെ ക്യൂബ് എടുത്തു 1 കുറയ്ക്കുന്നു, അതാണ് അവിടെ ചെയ്തിട്ടുള്ളത് എല്ലാത്തിലും. ഓക്കെ, 2ന്റെ ക്യൂബ് 8 ആയിരുന്നു 1 കുറച്ചു, 3ന്റെ ക്യൂബ് 27 ആയിരുന്നു 1 കുറച്ചു, 5ന്റെ ക്യൂബ് 125 ആണ് 1 കുറച്ചു. എന്നാൽ 4ന്റെ ക്യൂബാണ് 64 ആണ്, 1 കുറയ്ക്കുമ്പോൾ 63 ആയിരുന്നു വരേണ്ടിരുന്നത്. എത്ര 65 ഉള്ളത്, അപ്പൊ അതായിരിക്കും ആൻസർ. ഓക്കെ ആണോടാ. അടുത്ത ചോദ്യം 25 പേരുള്ള ഒരു വരിയിൽ ആരതി മുൻപിൽ നിന്ന് 11ാമതും ലത പുറകിൽ നിന്ന് 21ാമതുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ടെന്നാണ്. ഇവിടെ 25 പേരുള്ള ഒരു വരിയിൽ ആരതി മുമ്പിൽ നിന്നും 11ാമതും ലത പുറകിൽ നിന്ന് 21ാമതുമാണ് ആണല്ലോ. ഞാൻ ഒന്നിങ്ങ് സുമോട്ട് എടുക്കേണ്ടത്. മൊത്തം 25 പേരുണ്ടല്ലേ, മൊത്തം 25 പേരുള്ള വരിയാണ്. അതിൽ ആരതി മുൻപിൽ നിന്ന് എത്രാമത് 11ാമതാണ്. ഓക്കെ,
എന്നാൽ ലത പുറകിൽ നിന്നും 21 എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ 11, 21 രണ്ട് നമ്മൾ കൂട്ടുമ്പോൾ എത്ര ഏകദേശം 25-നേക്കാളും കൂടുതലാവുമല്ലോ ഇല്ലേ? അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ലത പുറകിൽ നിന്നും 21 എന്ന് പറയുമ്പോ ഏകദേശം ഒന്ന് കയറി ആരതി 11. ഇനി ലത പുറകിൽ നിന്നും 21 എന്ന് പറയുമ്പോ ആരതിക്കും കഴിയുന്ന ഏകദേശം ഇങ്ങോട്ടായിരിക്കും എന്താ ലത വരുന്നത്. ഓക്കെ, പുറകിൽ നിന്ന് 21 എന്നല്ലേ? അത് മൊത്തം 25 പേരെ ഉള്ളൂ ആണല്ലോ, മൊത്തം 25 പേരെ ഉള്ളൂ. അതിൽ പുറകിൽ നിന്ന് 21 എന്ന് പറയുമ്പോൾ ലത കഴിഞ്ഞിട്ട് ബാക്കി ഇങ്ങോട്ട് എത്ര പേര് കാണും? ഇവിടെ 4 പേര് അവിടെ കാണും മിച്ചം ഇല്ലേ? 4 പേരെ ഉള്ളൂ. ഓക്കെ, പറഞ്ഞോ. അപ്പോ ആരതി മുമ്പിൽ നിന്ന് 11 ആണല്ലോ, മുമ്പിൽ നിന്ന് 11 ആണല്ലോ. ലതയാണെങ്കിലോ പുറകിൽ നിന്ന് എത്രാമതാണ്? 21. പുറകിൽ നിന്ന് 21. അതായത് അങ്ങനെയാണെങ്കിൽ മുമ്പിൽ നിന്നോ പുറകിൽ നിന്ന് 21 എന്ന് പറയുമ്പോൾ ലത കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി 4 പേര് എന്ത് ചെയ്യും? ഇവിടെ മുന്നിൽ കാണും ആണല്ലോ, 4 പേര് എന്ത് ചെയ്യും? അവിടെ ഫ്രണ്ടി കാണും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മുന്നിൽ നിന്ന് ലത എത്രാമതായിരിക്കും? ഇവിടെ 4 പേര് ലതയ്ക്ക് ഇപ്പുറത്തുണ്ടല്ലോ, 4 പേര്. അപ്പൊ ലത എത്രാമതായിരിക്കും? 5-മതായിരിക്കും ആണല്ലോ. അപ്പൊ മുന്നിൽ നിന്ന് ലത എത്രാമതായിരിക്കും? 5-മതാണ്. കേട്ടോ? അപ്പൊ മുന്നിൽ നിന്ന് നോക്കുമ്പോ ലത 5-മതാണ്. ആരതി ആണെങ്കിലോ ആരതി 11-മതാണ്. കിട്ടോടാ? ഓക്കെ, അപ്പൊ ലത പുറകിൽ നിന്ന് 21 എന്ന് പറയുമ്പോൾ മുൻപിൽ നിന്ന് എത്രയായിരിക്കും? 5-മതാണ്. ഓക്കെ, പുറകിൽ നിന്ന് 21 എന്ന് പറയുമ്പോൾ ബാക്കി 4 പേര് ഇപ്പുറത്തുണ്ട് ആണല്ലോ. അപ്പോൾ ലതയുടെ കൂട്ടി എത്ര? 5-മതാണ് മുമ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കിട്ടുന്നത്. കേട്ടല്ലോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആരതി മുന്നിൽ നിന്ന് എത്ര? 11-ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ടെന്നാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പൊ ലത 5-മതല്ലേ? ബാക്കി 6, 7, 8, 9, 10 5 പേരുണ്ട് ഇവർക്കിടയിൽ ഇല്ലേ? 5 പേരുണ്ട്. കിട്ടോടാ? ഓക്കെ, ഇവിടെ പുറകിൽ നിന്ന് പറയുമ്പോൾ ആദ്യം കഴിഞ്ഞ് ഇപ്പുറത്തായിരിക്കും വരുന്നത്. പറഞ്ഞിട്ടല്ലോ, ഓർമ്മിച്ചു വേണേ. കേട്ടല്ലോ? ഓക്കെ, അല്ല ഡയറക്റ്റ് കുറച്ച് വെക്കരുത്. അടുത്ത ചോദ്യം വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പുവിന്റെ വയസ്സിന്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് അപ്പുവിന്റെ വയസ്സിന്റെ 8 മടങ്ങാകും. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പുവിന്റെ വയസ്സിന്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് അപ്പുവിന്റെ വയസ്സിന്റെ 5 മടങ്ങാകും. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ്. ഇവിടെ വേണമെങ്കിൽ എക്സ് വെച്ച് ചെയ്യാം. ഞാൻ എക്സിലാ ചെയ്യാണ്. ഇവിടെ എന്ത് ചെയ്യാം? അപ്പുവിന്റെ വയസ്സിന്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ് കിട്ടുന്നല്ലോ. അപ്പൊ നോക്കാം, ചെയ്യാം. അപ്പൊ അപ്പുവിന്റെ വയസ്സിന്റെ 8 മടങ്ങാണ് ആരുടേത്? അമ്മയുടേതല്ലോ. ഞാൻ ഇപ്പോ അപ്പുവിന്റെ വയസ്സ് അമ്മ അപ്പുവിന് ഇപ്പൊ 1 എന്ന് വിചാരിക്കാം. അംശം എന്ന് വെച്ച് ചെയ്യണം 1. അപ്പൊ 8 മടങ്ങ് എന്ന് പറയുമ്പോൾ അമ്മയുടെ എത്രയായിരിക്കും? 8 ആയിരിക്കും ആണല്ലോ, 8 ആയിരിക്കും. 3 വർഷം കഴിഞ്ഞപ്പോ 3 വർഷം കഴിഞ്ഞപ്പോ അവിടെ എന്ത് ചെയ്തു? ഇത് അപ്പുവിന്റെ വയസ്സിന്റെ 5 മടങ്ങാകുന്നതാണ് ആണല്ലോ. അപ്പോ അപ്പുവിന്റെ വയസ്സ് ഇപ്പോ 1 എടുക്കുകയാണെങ്കിൽ അവിടെ എത്രയാവും? അപ്പോ അമ്മയുടേത് 5 മടങ്ങാവും ആണല്ലോ. അപ്പോ ഇപ്പൊ നിലവിൽ 1:8 എന്ന അംശം എന്താണ്? ഓക്കെ, അപ്പുവിന്റെ 1 ആണെങ്കിൽ അമ്മയുടെ 8 മടങ്ങുന്നില്ലേ? അല്ല 5 വർഷം 3 വർഷം കഴിയുമ്പോ അപ്പുവിന്റെ വയസ്സിന്റെ 5 മടങ്ങാവുന്നതാണ് ആണല്ലോ. അപ്പൊ 1 ആണെങ്കിൽ മറ്റെത്ര വരും? 5 എന്ന് വരും. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ 1 ഇവിടെ 1 അല്ലോ, വ്യത്യാസം 0 ആണ്. ഇവിടെ 8 ഇവിടെ 5 വ്യത്യാസം എത്രയാണ്? 3 ആണല്ലോ. അപ്പൊ വ്യത്യാസം സെയിം ആണ് നോക്കുക. ഇപ്പൊ എന്താ വ്യത്യാസം സെയിം അല്ലല്ലോ? മേലിലും താഴെ വ്യത്യാസം നോക്കുക പറഞ്ഞല്ലോ, വ്യത്യാസം സെയിം അല്ല. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടുത്തെ വ്യത്യാസം കൊണ്ട് മേലിൽ ഇൻറ്റു ചെയ്യാം. അതായത് 1, 5 അല്ലേ വ്യത്യാസം? എത്ര? 1, 5 തമ്മില് 4 വ്യത്യാസം ആണല്ലോ. അപ്പൊ 4 കൊണ്ട് എന്ത് ചെയ്യാം? ഇതിന് 2നെ ഇൻറ്റു ചെയ്യാം. ഇൻറ്റു എത്ര ഇട്ടാ? 1 × 4 4, 8 × 4 എത്ര? 32 എന്ന് കിട്ടും പുതിയ അംശബന്ധം. ഇനി ഇവിടുത്തെ വ്യത്യാസം നോക്കുക. 1ഉം 8ഉം അല്ലേ വ്യത്യാസം? എത്ര? 7 ആണല്ലോ. 7 കൊണ്ട് എന്ത് ചെയ്യാം? താഴെ ഇൻറ്റു ചെയ്യുക. ഓക്കെ, 7 × 1 7, 7 × 5 എത്ര? 35 എന്ന് കിട്ടും. കിട്ടോ? ജസ്റ്റ് ആ റേഷ്യോയിൽ എടുത്ത് എഴുതുക. എന്നിട്ട് താഴത്തെ വ്യത്യാസം കൊണ്ട് മേലിൽ ഇൻറ്റു ചെയ്യാം, മേലത്തോണ്ട് താഴത്തെ ഇൻറ്റു ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കണം. ഇവിടെ വ്യത്യാസം നോക്ക്. ഇവിടെ 4 എത്രയായി? 7 ആയി ആണല്ലോ. 3 കൂടി 32 35 ആയി. അവിടെ എത്രയായി? 3 കൂടി ആണല്ലോ. അപ്പൊ ഇവിടെ 4 ആയിരുന്നു 7 ആയെന്ന് പറയുമ്പോൾ അവിടെ വ്യത്യാസം എത്ര? 3 അല്ലേ ആണല്ലോ. ആ 3 എന്ന് പറയുന്നത് നമ്മുടെ വർഷത്തിന്റെ വ്യത്യാസം നോക്കുക.
അപ്പൊ ഇപ്പോ ഉള്ള കാര്യം പറഞ്ഞിട്ട് അത് 3 വർഷം കഴിഞ്ഞിട്ടല്ലേ എടുത്ത് പറഞ്ഞത് ആണല്ലോ. അപ്പോ അവിടെ വർഷം എന്ന് പറയുമ്പോൾ 3 തന്നെയാണ് കേട്ടോ. അംശം എന്താ അവിടെ എത്ര മാറിയെന്ന് നോക്കുക. 4ആയിരുന്നു 7ആയിരുന്നല്ലോ. അപ്പൊ 3 കൂടിയത്. ഓക്കെ, ആ 3 അവിടെ എത്ര വർഷമാണുള്ളത് അതനുസരിച്ച് കൊടുക്കുക. അവിടെ 3 ഉള്ളതുകൊണ്ട് ആ 3 തന്നെ കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദിച്ചുള്ള എന്താ അമ്മയുടെ പ്രായമല്ലേ, അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചുള്ളത്. ഓക്കെ, അമ്മയുടെ ഇപ്പോഴത്തെ എന്ന് പറയുമ്പം ഇത് അപ്പുവിൻ്റെ ഇത് അമ്മയുടെ അല്ലേ 32 നോക്കേണ്ടത്. ഇപ്പൊ 3 തന്നെയാണ്. അപ്പൊ 32 എത്ര തന്നെ വരും 32 തന്നെ വരും. അപ്പൊ അമ്മയുടെ വയസ്സ് എത്ര 32 കേട്ടോ. അപ്പുവിന്റെ ആണെങ്കിലോ 4 എവിടെ ഉള്ളത് റേഷ്യോ, രണ്ടാമത്തെ റേഷ്യോസ് ചെയ്യാം കേട്ടല്ലോ. ഓക്കെ, അത് ചെയ്യുമ്പോൾ 4 അത് ചെയ്യാം. ഇനി 3 വർഷം കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം 7 35 വെച്ച് എന്ത് ചെയ്യാം അത് കൊടുക്കുക. ഓക്കെ ആണോ. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചോണം ഇല്ല റേഷ്യോ ആയിട്ട് എന്ത് ചെയ്യുക താഴത്തെ വ്യത്യാസം കൊണ്ട് മെയിൽ ഇൻറ്റു ചെയ്യുക, മെയിലത്തുകൊണ്ട് താഴെ ഇൻറ്റു ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും ആ മെയിലത്തും താഴെ സംഖ്യ തമ്മിൽ വ്യത്യാസത്തോടെ തുല്യമായിട്ട് കിട്ടും കേട്ടല്ലോ. എന്നിട്ട് ആ വ്യത്യാസത്തിനാണോ അത് എന്ത് ചെയ്യുക അരമാർക്ക് ഇട്ട് എത്ര വർഷം ഉണ്ടോ ആ വർഷം കൊടുക്കുക. ചിലപ്പോൾ 10 വർഷം മുമ്പും 10 വർഷം ശേഷവും അങ്ങനെ തരും. അപ്പൊ മൊത്തം എത്ര 20 വർഷം ഉണ്ട് അവിടെ പറയണ്ടല്ലോ. ചിലപ്പോൾ 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു തരുന്നത്. അപ്പൊ എത്ര മൊത്തം 10 വർഷത്തെ വ്യത്യാസമുണ്ട് കേട്ടല്ലോ. അപ്പൊ ഇവിടുത്തെ വ്യത്യാസം എടുത്തിട്ട് ആ വർഷത്തിന്റെ വ്യത്യാസം കൊടുക്കുക, എന്നിട്ട് ഇക്വലൈസ് ചെയ്യാം. ഓക്കെ ആണോ. ഓക്കെ, അടുത്ത ചോദ്യം അടുത്തൊരു ബോട്ട് മാസ് ബന്ധപ്പെട്ട ചോദ്യമാണ്. 2 - 5 + 6 - 6 × 5 + 3. അതുപോലെ ആദ്യം എന്ത് ചെയ്യാം ബ്രാക്കറ്റ് ചെയ്യാം. ഇപ്പൊ 2 - 5 അതുപോലെ എഴുതി ചെയ്യാൻ വേണമെങ്കിൽ ഇട്ടിരിക്കുകയാണ്. പ്ലസ് 6 - 6 എത്ര 0 അല്ലേ, 0 × 5 തരും +3. അപ്പൊ 0 × 5 എന്തായി പോടാ 0 ആയി പോയി ആണല്ലോ, ബാക്കിയില്ല. അപ്പൊ ബാക്കിയുടെ 2 - 5 പ്ലസ് എത്ര 3 എന്ന് വരും. ഓക്കെ, ബാക്കി എന്താ 2 3 5 ആണല്ലോ. 5 - 5 എത്ര ഇടും ഇവിടെ 0 എന്ന് വരും. ക്ലിയർ ആണോ, എളുപ്പമല്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യാ അടുത്ത ചോദ്യം. ഒരു സ്കൂളിലെ 20 അധ്യാപകരുടെ ശരാശരി പ്രായം 35 ആണല്ലോ. 20 പേരുടെ ശരാശരി പ്രായം 35. അതിൽ 25 വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയി പകരം 45 വയസ്സുള്ള അധ്യാപകൻ വന്നു ആണല്ലോ. ഇപ്പോൾ അവരുടെ ശരാശരി പ്രായം എത്ര എന്നാണ്. അപ്പൊ 20 പേരുടെ ശരാശരി പ്രായം ഇപ്പൊ 35. മൊത്തം 20 പേരുണ്ടല്ലോ 35. അപ്പോൾ അവിടെ എന്ത് ചെയ്തു 25 വയസ്സുള്ള ഒരാൾ പോയിട്ട് എന്ത് ചെയ്തോടാ അയാൾക്ക് പ്രായം കൂടിയ ആളാണ് വന്നത്, 45 വയസ്സുള്ള ആളാണ് വന്നത് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ശരാശരി പ്രായത്താണ് ചോദിക്കുന്നത്. എന്ത് ചെയ്യണം ഇവിടെ 25 വയസ്സുള്ള പോയിട്ട് 45 വയസ്സുള്ള ഒരാൾ വന്നു എന്ന് പറയുമ്പോൾ ആകെ വയസ്സിൽ എത്ര കൂടും 20 കൂടും ആണല്ലോ. ആകെ വയസ്സ് 20 കൂടും ഇല്ലേ. 25 ഉള്ള ആൾ പോയിട്ട് 45 ഉള്ള ആൾ വരുന്നത് ആണല്ലോ. അപ്പൊ അയാൾക്ക് വയസ്സ് കൂടുതലായതുകൊണ്ട് അപ്പൊ എന്ത് ചെയ്യും ആകെ വയസ്സ് എടുക്കുമ്പോൾ കൂടും ആണല്ലോ. ആ കൂടുന്ന എന്താ ഇപ്പൊ 25 45 അല്ലേ, അപ്പൊ 20 കൂടിയത്. അപ്പൊ ആകെ വയസ്സ് എന്ത് ചെയ്യും 20 കൂടും ആണല്ലോ. മൊത്തം 20 പേരില്ലേ ഉണ്ടല്ലോ, 20 പേരുണ്ട്. ഓക്കെ, അപ്പൊ 20 പേർ കൂടെ എത്ര വെച്ച് കൂടാ 1 വെച്ചായിരിക്കും ഇവിടെ കൂടുന്നത് കേട്ടോ. ആകെ എത്ര കൂടി നോക്കുക, എണ്ണം കൊണ്ട് ഭാഗിക്കുക. ഓക്കെ, 1 കൂടുന്നത്. അപ്പൊ നിലവിൽ ശരാശരി പ്രായം എത്ര 35 ആണല്ലോ. 35 1 കൂടുമ്പോ എത്രയാവും 36 കേട്ടോ. അപ്പോ ആകെ വയസ്സ് എത്ര കൂടി നോക്കുക ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക എണ്ണം മാറ്റമില്ലല്ലോ, സെയിം തന്നെ 20 തന്നെയാണ് കൊണ്ട് ഭാഗിക്കുക. അപ്പൊ 20 പേർക്കും എന്ത് ചെയ്യും ഓരോ കിലോഗ്രാം വെച്ച് എന്ത് ചെയ്യും കിലോഗ്രാം അല്ല വയസ്സല്ലേ. അപ്പോൾ 1 വർഷം വെച്ച് എന്ത് ചെയ്യും വയസ്സോടെ കൂടും കേട്ടല്ലോ. 36 കിട്ടുന്നത്. ക്ലിയർ ആയോ. അടുത്ത ചോദ്യം 1/1 × 2 + 1/2 × 3 + 1/3 × 4 എത്ര എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് എളുപ്പ വഴിയിൽ എന്ത് ചെയ്യാം നമുക്ക് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യടാ തൊട്ടടുത്ത സംഖ്യയാണ് ഇല്ലേ 1 × 2 2 × 3 3 × 4. ഓക്കെ, അപ്പൊ ഇതുപോലെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ ആദ്യത്തെ സംഖ്യയും ഇവിടുത്തെ അവസാനത്തെ സംഖ്യ നോക്കുക. ഓക്കെ, ആദ്യത്തെ അവസാനം നോക്കുക, എന്നിട്ട് അവിടെ വ്യത്യാസം എഴുതുക 4 - 1 ബൈ താഴെ എന്ത് ചെയ്യുക 2 തമ്മിൽ ഇൻറ്റു ചെയ്യുക. ഓക്കെ, 4 - എത്ര 3 അല്ലേ, 3/4 എന്ന് കിട്ടും. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം അവിടെ ഗുണിച്ചു നോക്കിയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടല്ലോ. ചിലപ്പോൾ ഇതിപ്പോ 3 ആയതുകൊണ്ട് എന്ത് ചെയ്യാം അങ്ങനെ ചെയ്യാം. ജസ്റ്റ് താഴെ ഇൻഡ്യൂസ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചൊക്കെ എന്ത് ചെയ്യാം വേണമെങ്കിൽ ചെയ്യാം.
ഇപ്പോൾ ഒരു 4 5 ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അത്രയും സമയം എന്ത് ചെയ്യും പോവും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് പഠിച്ചു വെച്ച് എളുപ്പം ഇവിടെ എന്ത് ചെയ്യുക, ആദ്യത്തെ അവസാനത്തെ സംഖ്യകൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, മേലിൽ തമ്മിൽ കുറച്ച് എഴുതുക, താഴെ എന്ത് ചെയ്യുക, തമ്മിൽ തമ്മിൽ ഗുണിച്ച് എഴുതുക. ഓക്കെ, എളുപ്പമല്ലേ? മേലില് ആദ്യത്തെയും അവസാന സംഖ്യ എന്ത് ചെയ്യുക, കുറച്ച് എഴുതുക, താഴെ എന്ത് ചെയ്യുക, ഗുണിച്ച് എഴുതുക. ക്ലിയർ ആയോ? ഇതേപോലെ മുമ്പ് ചോദിച്ചുള്ളതാണ്, പറഞ്ഞല്ലോ, പഠിച്ചു കൊടുത്തത്. ഓക്കെ, ഇപ്പൊ 1/3 അടുത്ത ഇപ്പൊ 1/4 × 5 പ്ലസ് 1/5 × 6 ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്യും, ഫസ്റ്റത്തെ 1 ഇവിടെ 6 അല്ലേ, അപ്പൊ എന്ത് ചെയ്യടാ, 6 - 1 ചെയ്യും, താഴെ എന്ത് ചെയ്യും, 6 × 1 ചെയ്യും, 5/6 കിട്ടും. കിട്ടോ? അപ്പൊ ഈ മോഡൽ എങ്ങനെ വന്നാലും എന്ത് ചെയ്യുക, ഓർമ്മിച്ചിരിക്കുക, ആദ്യത്തോ അവസാനത്തോ നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക, മേലിൽ എഴുതുക, താഴെ എന്ത് ചെയ്യുക, നമ്മൾ ഗുണിച്ച് എഴുതുക. എളുപ്പമല്ലേ, ഷോർട്ട് കട്ട് അല്ലേ, പഠിച്ചു ചെയ്യുക. ഓക്കെ, അടുത്ത് 72 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന തീവണ്ടിക്ക് 4 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ചോദിച്ചുള്ളത് ആണല്ലോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യടാ, അതായത് ഒരു മണിക്കൂറിൽ ഇത്ര 72 കിലോമീറ്റർ സഞ്ചരിക്കും ആണല്ലോ, ഒരു മണിക്കൂറിൽ. അപ്പൊ ഒരു മണിക്കൂർ നമ്മൾ എത്ര, 60 മിനിറ്റ് കൊണ്ട് എത്ര, 72 ആണല്ലോ, 72 ആണ്. അങ്ങനെ 4 മിനിറ്റ് കൊണ്ടാണ് ചോദിക്കുന്നത്. 4 മിനിറ്റ് കൊണ്ട് എത്ര എന്നാണ് ചോദിക്കുന്നത്, ഇല്ലേ? എന്ത് ചെയ്യാം, തമ്മിൽ എന്ത് ചെയ്യാം, ഒന്ന് ക്രോസ് ചെയ്യേ. ഓക്കെ, ഒന്ന് ക്രോസ് ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങോട്ട്. 4 × 72 ബൈ ക്വസ്റ്റ്യൻ മാർക്ക് നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക, താഴെ കൊണ്ട് ഭാഗിക്കുക, ബൈ 60. 4 × 72/60 ഭാഗിക്കുക. 4 60 വെട്ടി എത്ര പ്രാവശ്യം പോടാ, 15 പ്രാവശ്യം പോവും. 15 ഉം 72 15 5 3 സോറി 5 15 3 ചെയ്യാം. ഓക്കെ, 3 എത്ര പ്രാവശ്യം ഇടാം, 15 3 5 പ്രാവശ്യം, 72 24 പ്രാവശ്യം. ഓക്കെ, 24 5 കൊണ്ട് ഭാഗിക്കുക. ഓക്കെ, 24 5 കൊണ്ട് ഭാഗിക്കുമ്പോ ഇടും, 4 5 20/4 പോയിന്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, 0 എടുക്കുക. 40 5 എത്ര പ്രാവശ്യം ഉണ്ട്, 8 പ്രാവശ്യം ഉണ്ടല്ലേ, 8 ആണല്ലോ. അപ്പൊ 4.8 ആയിരിക്കും ആൻസർ. അപ്പോൾ 60 മിനിറ്റ് കൊണ്ട് 72, അങ്ങനെ 4 മിനിറ്റ് കൊണ്ട് എത്ര എന്നാണ് നോക്കേണ്ടത് ആണല്ലോ. അപ്പൊ 60 മിനിറ്റ് കൊണ്ട് 72 എഴുതുക, 4 മിനിറ്റ് കൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക, എന്നിട്ട് ക്രോസ് ചെയ്യുക. പറഞ്ഞല്ലോ, 4 × 72 ബൈ ക്വസ്റ്റ്യൻ മാർക്കിന് നേരെ എതിരുള്ള എന്ത് ചെയ്യുക, ഡിവൈഡ് ബൈ ആയിട്ട് താഴെ കൊടുക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ഒരാൾ 450 രൂപയ്ക്ക് ആപ്പിൾ വാങ്ങി 423 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണെന്നാണ്. അപ്പോൾ 450 രൂപയ്ക്ക് വാങ്ങിച്ചു, 423 രൂപയ്ക്ക് വിറ്റു ആണല്ലോ. അപ്പൊ നഷ്ടം എത്ര രൂപ എന്ന് കണ്ടുപിടിക്കുക. ആദ്യം 450 423 അല്ലേ, ഒന്ന് കുറയ്ക്കുക. ഓക്കെ, മൈനസ് മെത്തേഡ് ഡ്രോ, മൈനസ് ചെയ്യുമ്പോൾ 27 എന്ന് കിട്ടും, 27. ഓക്കെ, ഇതാണ് എന്താ അവിടുത്തെ നഷ്ടം എന്ന് പറയുന്നതല്ലോ. അപ്പൊ നഷ്ടം ബൈ വാങ്ങിയ വില 450 ഇൻറ്റു എത്ര, 100. ഓക്കെ, നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണല്ലോ നഷ്ട ശതമാനം കാണാനായിട്ട്. ബാക്കി വെട്ടി ചെയ്യാം, 0 0 വെട്ടി, 10 എത്ര പ്രാവശ്യം, 10 5 2 പ്രാവശ്യം, 45 9 പ്രാവശ്യം, 9 ഉം 27 വെട്ടുക 3 പ്രാവശ്യം. ഓക്കെ, ബാക്കി 3 × 2 അല്ലേ, 3 × 2 എത്ര കിട്ടും, 6 എന്ന് കിട്ടും. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യുക, അവിടെ നഷ്ടം എത്ര രൂപ എന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, അതുപോലെ അടുത്ത ചോദ്യം 91ാമത്തത്, HLKM EIHJ ആയാൽ DGNP എത്ര എന്നാണ് ചോദിക്കുന്നത്. ഞാൻ അവിടെ ഒന്ന് ABC ഒന്ന് എഴുതാടാ, ABCDEFGHIJKLMNOPQ മതിയാവും. ഓക്കെ, അപ്പൊ ഹെച്ച് ഇവിടെ എന്തായി, ഇ ആയി ആണല്ലോ, HEI. അപ്പൊ HEI എന്ന് പറയുമ്പോൾ പുറകോട്ടാണല്ലോ, എത്ര, 1 2 3 അല്ലേ, 3 സ്ഥാനം പുറകോട്ട് എടുത്ത് ഇല്ലേ. ഇനി അടുത്ത് നോക്ക്, എൽ എന്തായി, ഇവിടെ I ആയല്ലോ, എല്ലും ഇവിടെ എന്തോ I ആയപ്പോ 1 2 3 സ്ഥാനമായി ഇല്ലേ. അപ്പൊ ഓരോ ലെറ്ററും 3 സ്ഥാനം പുറകോട്ടാണ് പോകുന്നത്. ഓക്കെ, K എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ H ആയല്ലോ, K എന്ന് പറയുമ്പോൾ H ആയപ്പോ 1 2 3 സ്ഥാനം മാറി. ഓക്കെ, അപ്പൊ ഓരോ ലെറ്ററും 3 സ്ഥാനം പുറകോട്ട് നീക്കുക. ഇനി അപ്പോ ആദ്യം ഇവിടെ നോക്കുക, ഇവിടെ D അല്ലേ,
ഡി 3 സ്ഥാനം പുറകോട്ട് മാറുമ്പോൾ 1 2 3 എ എന്ന് കിട്ടി എ. ഇനി ജി അല്ലേടാ, ജി എന്ന് പറയുമ്പോൾ 3 സ്ഥാനം പുറകോട്ട് വെക്കുമ്പോൾ 1 2 3 ഡി കിട്ടുന്നല്ലോ ഡി. അടുത്ത് എൻ ആകുമ്പോഴോ എൻ 3 സ്ഥാനം പുറകോട്ട് വെക്കുമ്പോൾ 1 2 3 അല്ലേ കെ എന്ന് കിട്ടും. ഓക്കെ, അടുത്ത് അപ്പൊ എ ഡി കെ വരുന്നത് ഇതല്ലേ ഉള്ളൂ. അപ്പൊ പി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 3 സ്ഥാനം മാറ്റുമ്പോൾ 1 2 3 എം എ ഡി കെ എം കേട്ടോ. ആൽഫബറ്റിക് ഓർഡറിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പുറകോട്ട് 3 സ്ഥാനം വെച്ച് അങ്ങ് എടുത്താൽ മതി കേട്ടല്ലോ, എളുപ്പമാണ്. അടുത്ത ചോദ്യം 2 3 5 7 ഇത്തവണല്ലോ അല്ലേ, 2 3 5 7 11 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ആണ് ചോദിച്ചുള്ളത്. ഈ 2 3 5 7 നമ്പർ, ഈ നമ്പേഴ്സ് എന്ത് പ്രത്യേകം ഉണ്ടോ? 2 3 5 7 എന്ന് പറയുമ്പോൾ അഭാജ്യ സംഖ്യകളാണ് അല്ലേ. 2 3 5 7 11 അടുത്ത വരും അഭാജ്യ സംഖ്യയില് 13 അല്ലേ, 13 ആയിരിക്കും വരുന്നത്. അപ്പൊ ഇത് പ്രൈം നമ്പേഴ്സ് ആണ് കേട്ടോ, പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ്. അപ്പോൾ 11 കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നതാണ് 13 ഇല്ലേ, 13 കഴിഞ്ഞിട്ട് അടുത്തോ 13 കഴിഞ്ഞിട്ട് 17 19 23 അങ്ങനെ പോവും കേട്ടല്ലോ. അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യയാണ്. 11 കഴിഞ്ഞിട്ട് എത്ര വരും അടുത്തത് 13 ആയിരിക്കും വരുന്നത്. 13 കൊടുത്തായി. അടുത്ത് കൂട്ടത്തിൽ പെടാത്ത ഏതെന്നാണ്. നമ്മള് ഈ 4/9 എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കിയെല്ലാം വർഗ്ഗം ഇടാം. നമുക്ക് 4/9 എന്ന് പറയുമ്പോൾ 4 2ന്റെ സ്ക്വയർ മറ്റേ എത്ര 3ന്റെ സ്ക്വയർ ആണല്ലോ, സ്ക്വയർ നമ്പർ ആണ്. 36 49 ചെയ്യുമ്പോ 6ന്റെ സ്ക്വയറും 7ന്റെ സ്ക്വയറും ആണ്. ഇവിടെയോ 4ന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ ആണ്. എന്നവിടെ 625 25ന്റെ സ്ക്വയർ ആണ്, പക്ഷെ 125 5ന്റെ ക്യൂബ് ആണ് അല്ലേ, 5ന്റെ ക്യൂബ് ആണ്. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യില്ല, അവിടെ വരത്തില്ല. ബാക്കിയെല്ലാം സ്ക്വയർ ആണ്. ഓക്കെ, എന്നവിടെ 125 625 വരുമ്പോഴോ 625 25ന്റെ സ്ക്വയർ ആണ്, പക്ഷെ 125 അത് 5ന്റെ ക്യൂബ് ആണ് ഇല്ലേ, ക്യൂബ് ആണ്. അപ്പൊ അതൊന്നും ഇല്ല വരത്തില്ല, ബാക്കിയെല്ലാം സ്ക്വയർ ആണ് അതെടുത്ത്. അടുത്ത ചോദ്യം 4 + 8 20 ആയാൽ 6 + 10 എന്നത് ഏത് സംഖ്യയോട് തുല്യമായിരിക്കും? 4 + 8 20 ആയാൽ എന്ന് പറയുമ്പോ അവിടെ എന്താണ് ചെയ്യുന്നത്, കിട്ടിയോ ചെയ്തപ്പോ 4 + 8 20 എന്ന് പറയുമ്പോ അവിടെ 4 × 8 എത്ര 32 ആണ് ആണല്ലോ. 4 + 8 12 ആണ്. തമ്മിൽ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, നമുക്കിവിടെ 20 ആൻസർ കിട്ടും. കണ്ടോ, 4 × 8 32, 4 + 8 12 ആണല്ലോ, കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും 12 എന്ന് കിട്ടും. ഇനി 6 + 10 വെച്ച് ചെയ്യുമ്പോഴോ അപ്പൊ എന്ത് ചെയ്യാ, 6 × 10 ചെയ്യാം 60. 6 + 10 16 അല്ലേ, 60 നിന്ന് 16 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും 44 എന്ന് കിട്ടും. ഓക്കെ ആണോ, എളുപ്പമാണോ? ഇൻഡു ചെയ്യുക, സം എടുക്കുക, തുക എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക തമ്മിൽ കുറയ്ക്കുക, ആണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഏതാണ്? ഇപ്പൊ നമുക്കറിയാം ഏറ്റവും ആദ്യം വന്നത് പുല്ല് ആണല്ലോ, സസ്യങ്ങളായിരിക്കും പുല്ല്, പിന്നെ സസ്യഫുക്കുകൾ പുൽച്ചാടി, പിന്നെയോ പുൽച്ചാടി തവള, പാമ്പ്, കഴുകൻ, ബാക്ടീരിയ ആണല്ലോ. ഇത് കിട്ടിയിട്ടുണ്ടാവും മിക്കവർക്കും. ഓക്കെ, പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ, ബാക്ടീരിയ. അടുത്തത് 2 സംഭരണികളിൽ യഥാക്രമം 650 ലിറ്റർ 780 ലിറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു. 2 സംഭരണികളിലെയും വെള്ളത്തിന്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ കഴിയുന്ന മറ്റൊരു സംഭരണിയുടെ പരമാവധി ശേഷി എത്രയാണ്? എന്തോ രണ്ടിലെയും വെള്ളത്തിന്റെ അളവ് എന്ത് ചെയ്യണം, നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ കഴിയണം. അങ്ങനെയുള്ള ഏറ്റവും വലിയ സംഭരണിയാണ്. ഓക്കെ, അങ്ങനെയുള്ള മറ്റൊരു സംഭരണിയുടെ പരമാവധി ശേഷി എത്രയാണ് ചോദിക്കുന്നത്. ഇവിടെ എന്താണ് പിടിക്കേണ്ട, ഈ രണ്ടിനെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ, നമുക്ക് രണ്ടിനെയും പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വലിയ സംഖ്യ അതാണ് ഉദ്ദേശിക്കുന്നത്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതായത് ഉസാഖ എന്ന് പറയില്ല നമ്മള്, ഉസാഖ അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം 650 780 ഒന്ന് ഘടകക്രിയ ചെയ്യാം. രണ്ടും 10 കൊണ്ട് പോകണ്ട, 10 കൊണ്ട് ഡാറ്റ ആദ്യം വെച്ചേ 65 78. ഇനിയോ 65ഉം 78 എത്രയിൽ പോവും 13ൽ പോവും. 13 × 5 ആണ് 65, 13 × 6 ആണ് 78. ഓക്കെ, ഇവിടെ HCF എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം 10 ×
13 10 ഇൻറ്റു 13 എടുക്കുക. എത്ര കിട്ടും? 130 ലിറ്റർ. അപ്പൊ 130 ലിറ്റർ കൊള്ളുന്നൊരു സംഭരണി ഉപയോഗിച്ച് എന്ത് ചെയ്യാം? നമുക്ക് രണ്ടിനെയും കൃത്യമായിട്ട് എന്ത് ചെയ്യാം? അളക്കാനായിട്ട് സാധിക്കും. കണ്ടല്ലോ. അപ്പൊ ഇതുപോലെ വരുമ്പോൾ എന്ത് ചെയ്യുക? അവിടെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. പറഞ്ഞല്ലോ. രണ്ടിനെയും കൃത്യമായിട്ട് അളക്കാൻ കഴിയുന്ന എന്നൊക്കെ പറയുമ്പോൾ അല്ല ഇപ്പൊ ഒരു സ്കെയിലിന് ഇത്ര നീളമുണ്ട്, മറ്റൊരു സ്കെയിലിന് ഇത്ര നീളമുണ്ട് എന്ന് പറയാം. ആ അല്ല പറയാം അല്ലെങ്കിൽ ഒരു വരയ്ക്ക് 2 വര ഉണ്ടെന്ന് ചോദിച്ചു. 2 ലൈൻസ് ഉണ്ട്. ആ 2 ലൈൻസിന്റെ നീളമുണ്ട്. ആ 2 ലൈൻസിനെയും നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്കെയിലിന്റെ നീളം എന്ത്? അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ആ 2 ലൈനിന്റെ ലെങ്ത് നമുക്ക് കൃത്യമായിട്ട് കണക്കാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്കെയിലിന്റെ നീളം അങ്ങനെ ചോദിക്കാം. അവിടെ എന്ത് ചെയ്യുക? HCF എടുക്കുക. കേട്ടല്ലോ, ഓർമ്മിച്ചോണേ. അടുത്ത് 1/1/4 വർഗം എത്രയെന്നാണ്. അപ്പൊ എന്ത് ചെയ്യാം? ഇങ്ങനെ ഡയറക്റ്റ് ഇവിടെ ഇട്ടുകൊണ്ട് എന്ത് ചെയ്ത് ഒരിക്കലും വർഗം കാണരുത്. ആ ഓപ്ഷൻ എന്തായാലും ഇവിടെ ഇല്ല ക്വസ്റ്റ്യനില്. കണ്ടല്ലോ, അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. എന്ത് ചെയ്യാ? ഇവിടെ 1ഉം 4ഉം അല്ലേ? അതിനെന്ത് ചെയ്യാ? ഒരു ഇപ്പൊ മിശ്രഫിനോട് വിഷമ ഭിന്നത്തിലൂടെ മാറ്റുക. അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലൂടെ മാറ്റുക. അതിനുവേണ്ടി 1ഉം 4 എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 1 കൊണ്ട് 4 ഇൻറ്റു ചെയ്യുക. എത്ര കിട്ടും? 4 ഇല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 1 ആഡ് ചെയ്യുക. ഓക്കെ, 4 ഇൻറ്റു 1 4 അല്ലേ? 4 + 1 എത്ര കിട്ടും? 5/4 എന്ന് വരും. കേട്ടോ? ഇപ്പൊ 1/4 ആണെന്നല്ലോ. അപ്പൊ ഛേദം കൊണ്ട് സൈഡിലോട്ട് ഗുണിക്കുക, അംശം കൂട്ടുക. അപ്പൊ 5/4 എന്ന് കിട്ടും. ഇനി അതിന്റെ വർഗം കണ്ടുപിടിക്കുക. 5ന്റെ സ്ക്വയർ എത്ര? 25 അല്ലേ? 25/16 എന്ന് വരും. 25/16. ക്ലിയർ ആയോ? ഓക്കെ. ചിലപ്പോൾ എന്ത് ചെയ്യും? മിശ്രഫിനാക്കി ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? 25ന്റെ 16 കൊണ്ട് ഭാഗിക്കുക കേട്ടോ. 16 കൊണ്ട് ഭാഗിക്കുക. ഒരു പ്രാവശ്യം 16, ബാക്കി എത്ര കിട്ടും? 9 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എത്ര 1ഉം 9/16 എന്ന് കിട്ടും. കേട്ടല്ലോ, അങ്ങനെയും വരാം. ഓർമ്മിക്കാലോ. ഇനി 0.12/0.3, 0.4/0.2, 0.6/0.4 വില എത്ര എന്നാണ്. ഇവിടെ എന്ത് ചെയ്യാം? അവിടെ 0.12 ഒന്ന് എടുത്ത് എഴുതാം. 0.3 ഇൻറ്റു 0.4/0.2 ഇൻറ്റു 0.6/0.4. ഇവിടെ എന്ത് ചെയ്യാം? ഈ പോയിന്റ് മാറ്റാനായിട്ട് എന്ത് ചെയ്യാം? മേലും താഴെയും ഇവിടെ ഇപ്പൊ ബൈ 0.3 ആണല്ലോ. ഒരു 10 കൊണ്ട് മേലും താഴെ ഇൻറ്റു ചെയ്തു. വേണം 100 കൊണ്ട് ഇൻറ്റു ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഞാൻ ഇപ്പോൾ താഴത്തെ മാറ്റാനായിട്ട് നോക്കണം കേട്ടല്ലോ. 10 കൊണ്ട് ഇൻറ്റു ചെയ്തേ. ഇവിടെ അതുപോലെ എന്താ 0.2 ഒരു സ്ഥാനമേ ഉള്ളൂ. അത് ഛേദത്തിൽ ഒരു സ്ഥാനമുള്ളെങ്കിൽ എന്ത് ചെയ്യുക? 10 ഉണ്ടെങ്കിൽ ഇൻറ്റു ചെയ്യുക. കേട്ടല്ലോ, 10 കൊണ്ട് മേലും താഴെ അവിടെ ഇൻറ്റു ചെയ്തു. ഇവിടെ അതുപോലെ 10 ഉണ്ടെങ്കിൽ ഇൻറ്റു ചെയ്തു. ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? മേലില് 0.12 2 സ്ഥാനമുണ്ട് അല്ലേ? 2 സ്ഥാനമുണ്ട്. ഇൻറ്റു 10 ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 10ൽ ഒരു 0 ഉള്ളൂ ആണല്ലോ. നമ്മൾ ഗുണിക്കുമ്പോൾ ദശാംശ സംഖ്യകളെ 10, 100, 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര 0 ഉണ്ടോ അത്രയും സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. എന്തോ 10, 100, 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര 0 ഉണ്ടോ അത്രയും സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കാം ആണല്ലോ. അവിടെ ഒരു 0 ഉണ്ടെങ്കിൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. അപ്പൊ എത്ര ആണോ? 1.2 എന്നാവും. ബൈ താഴെ എന്ത് ചെയ്യും? അവിടെ ഒരു സ്ഥാനമല്ലേ ഉള്ളൂ. ആ ഒരു സ്ഥാനം മാറി ബൈ 3 എന്നായി. ഇൻറ്റു 4/0.2 മേലിൽ എന്തായാലും ഒരേ സ്ഥാനമാണ്. അപ്പൊ എന്ത് ചെയ്യാം? 4/2 എന്ന് കൊടുക്കുക. മറ്റേ 6/4 എന്നാവും. പോയിന്റ് മാറും. ഓക്കെ ആണോ? അപ്പൊ മേലിലും താഴെ ഒരേ സ്ഥാനമാണെങ്കിൽ പോയിന്റ് ആയിട്ട് ഒരേ സ്ഥാനം ആണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യാം? പോയിന്റ് ഡയറക്റ്റ് മാറ്റി നിങ്ങൾക്ക് എഴുതാം. പറഞ്ഞല്ലോ, അതവിടെ 0.4/0.2 എന്നല്ലേ? 4/2 എന്ന് എഴുതാം. ഇപ്പൊ പോയിന്റ് അല്ലെ 1.23 ബൈ 0.84 ഇങ്ങനെയാണെന്ന് ചോദിച്ചു. നമുക്ക് എന്ത് ചെയ്യാം? 123/84 എന്ന് എഴുതാം. പറഞ്ഞല്ലോ, ചുമ്മാ ഇൻറ്റു ചെയ്യാൻ എന്ത് ചെയ്യണ്ട? സമയം കളയേണ്ട കാര്യമില്ല. മേലും താഴെ ഒരേ സ്ഥാനമാണെങ്കിൽ. കേട്ടല്ലോ, ഇനി ഡയറക്റ്റ് ഇൻറ്റു ചെയ്യാം. വെട്ടിച്ച 4 വെട്ടി, 2ഉം 6ഉം വെട്ടി, 3 പ്രാവശ്യം 3ഉം ഈ 3ഉം വെട്ടി. ബാക്കി എത്ര ഉണ്ട്? 1.2 എന്നുണ്ട്. 1.2 ഓക്കെ അല്ലേ? ഇനിയോ, ഒരു സഞ്ചിയിൽ 36.75 കിലോഗ്രാം അരിയുണ്ട്. ഇത് തുല്യമായിട്ട് 7 സഞ്ചിയിലാക്കിയാൽ ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരി ഉണ്ടായിരിക്കും എന്നാണ്. ആണല്ലോ. അപ്പൊ ഹരണമാണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യാം? 36.75 ബൈ 7 ഹരിക്കുക. ആദ്യം 36 5 7 35 കുറയ്ക്കുമ്പോൾ 1 കിട്ടി ആണല്ലോ.
അടുത്ത സംഖ്യ താഴോട്ട് ഇറക്കാനായിട്ട് അവിടെ പോയിന്റ് ഉണ്ടല്ലോ, പോയിന്റ് മെയിലിൽ കൊടുത്തു. പോയിന്റ് മെയിൽ കൊടുത്ത് 7 താഴോട്ട് ഇറക്കി. 17 7 എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. 14 കുറയ്ക്കുമ്പോൾ 3 കിട്ടും. അടുത്ത 5 താഴോട്ട് ഇറക്കി. 35 എത്ര പ്രാവശ്യം ഉണ്ട്? 5 35 അല്ലേ? ആണല്ലോ. അപ്പൊ 5 പോയിന്റ് എത്ര കിട്ടും? 2 5 എന്ന് കിട്ടും. പിന്നെ സംഖ്യ ഭാഗിക്കുക, അത്രേ ഉള്ളൂ കൂടെ കേട്ടല്ലോ. ഓർമ്മിച്ചോണേ. അടുത്ത് 12 15 18 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ. 12 15 18 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. ഈ 3 സംഖ്യകൾ കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ LCM ആണ്, ലസാഗു ആണ്. എന്നാൽ ഈ സംഖ്യകളെ ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് ചോദിച്ചാൽ എന്താണ്? അവിടെ HCF ആണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. 2 മാർക്ക് പോലെ ഇപ്പൊ കുറച്ച് നമ്പേഴ്സ് വന്നിട്ട് ആ സംഖ്യകളെ ഹരിക്കാൻ പറ്റുന്ന വലിയ സംഖ്യ എന്ന് ചോദിച്ചാൽ എന്താ പറയും? HCF. എന്നാൽ ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചാൽ എന്താണ്? LCM ആണ്. ഓർമ്മിച്ചോണേ. അവിടെ 12 15 18 അല്ലേ? LCM എടുക്കുക. 12 15 18 എല്ലാം 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അതുകൊണ്ട് 3 കൊണ്ട് ചെയ്യാം. 12 4 പ്രാവശ്യം, 5 6. ഇനി 2 വെച്ച് ചെയ്യാം. 2 വെച്ച് 4 2 പ്രാവശ്യം, 5 പോവൂല, 6 3 പ്രാവശ്യം. ഇനി ഒന്നിലും കോമൺ ആയിട്ട് പോയില്ല ആണല്ലേ? 2 5 3 അല്ലേ? കോമൺ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക്? അവിടെ ഫാക്ടർ ആക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? അവിടെ എന്ത് ചെയ്യാം? എന്റെ 3 2 6 12 60 60 3 എത്ര? 180 കിട്ടും. ബാക്കിയെല്ലാം എന്ത് ചെയ്യാം? ജസ്റ്റ് എന്ത് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു മാത്സിന്റെ ഭാഗത്ത് ചോദിച്ചത്. കാരണം ഓക്കെ, അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. ആ വയസ്സിന്റെ ചോദ്യം മാത്രം ചിലപ്പം അതും സ്ഥിരം ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് കേട്ടല്ലോ. അത്യാവശ്യം എന്താ ചെയ്ത് ആൻസർ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത് കേട്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യുക? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? കാണുന്ന എല്ലാവരും ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടല്ലോ. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക? ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക? അയച്ചു കൊടുക്കുക. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം? മാക്സിമം ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ടെലഗ്രാമിൽ ലേൺ ഫോർ PSC സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിലെന്ത് ചെയ്യാം? ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് മാക്സിമം ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് അതിലൂടെ ചോദിക്കാം. അതിലെന്ത് ചെയ്യും? ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ആൻസർ ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.